നിലെ കൃഷ്ണമണി പോലെ. നമസ്കാരം. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് TPR ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. ഹൃദയം തൊടുന്ന സുവർണ നിമിഷങ്ങൾ. MG റോഡ്, തൃശൂർ, നിയർ ബസ് സ്റ്റാൻഡ്, തൃപ്രയാർ. PFI കേന്ദ്രങ്ങളിൽ സംസ്ഥാന വ്യാപകമായി NIA റെയ്ഡ്. ചാവക്കാട് പാലിയൂരിൽ SDPI നേതാവ് ഫാമിസ് അബൂബക്കറിന്റെ വീട്ടിലും റെയ്ഡ്. മഹാരാഷ്ട്രയിലെ ബാരാമതിയിൽ വിമാനം തകർന്നു വീണ് മഹാരാഷ്ട്ര ഉപമുഖ്യമന്ത്രിയും NCP നേതാവുമായ അജിത് പവാർ മരിച്ചു. അടിയന്തര ലാൻഡിംഗിന് ശ്രമിക്കവേ വിമാനം തകർന്നു വീഴുകയായിരുന്നു. ഗുരുവായൂർ തിരുനാവായ റെയിൽവേ പദ്ധതി മരവിപ്പിച്ച നടപടി റദ്ദാക്കി. ഫെബ്രുവരി 1-ന് കേന്ദ്ര ബജറ്റ് അവതരിപ്പിക്കാനിരിക്കെ റെയിൽവേ ബോർഡിന്റേതാണ് തീരുമാനം. ബലാത്സംഗ കേസിൽ ജയിലിലായ പാലക്കാട് MLA രാഹുൽ മാങ്കൂട്ടത്തിന് ജാമ്യം. പത്തനംതിട്ട സെഷൻസ് കോടതിയാണ് ജാമ്യം അനുവദിച്ചത്. രണ്ടാം LDF സർക്കാരിന്റെ അവസാന ബജറ്റിന് മണിക്കൂറുകൾ മാത്രം. ബജറ്റിൽ നിരവധി ജനപ്രിയ പ്രഖ്യാപനങ്ങൾ ഉണ്ടാകുമെന്ന് സൂചന. വാർത്തകൾ വിശദമായി. PFI കേന്ദ്രങ്ങളിൽ സംസ്ഥാന വ്യാപകമായി NIA റെയ്ഡ്. 20 കേന്ദ്രങ്ങളിലാണ് റെയ്ഡ് നടന്നത്. PFI തീവ്രവാദ കേസുമായി ബന്ധപ്പെട്ടുള്ള റെയ്ഡാണെന്നാണ് സൂചന. നിർണായക തെളിവുകൾ അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് ലഭിച്ചതായും സൂചനയുണ്ട്. ചാവക്കാട് പാലയൂരിൽ SDPI നേതാവ് ഫാമിസ് അബൂബക്കറിന്റെ വീട്ടിലും NIA റെയ്ഡ് നടത്തി. 3 മണിക്കൂർ നീണ്ട പരിശോധനയിൽ ഫാമിസിന്റെ മൊബൈൽ ഫോണും കമ്പ്യൂട്ടർ ഹാർഡ് ഡിസ്കും സംഘം പിടിച്ചെടുത്തതായാണ് വിവരം. NIA കൊച്ചി യൂണിറ്റിൽ നിന്നുള്ള 7-അംഗ സംഘം 2 കാറുകളിലായി ഫാമിസ് താമസിക്കുന്ന പാലയൂരിലെ വാടക വീട്ടിലെത്തി റെയ്ഡ് നടത്തി. ഈ സമയം ഫാമിസ് വീട്ടിലുണ്ടായിരുന്നു. ചാവക്കാട് ടൗണിൽ വസ്ത്ര വ്യാപാര സ്ഥാപനം നടത്തുന്ന ഫാമിസ് അബൂബക്കർ അടുത്ത കാലം വരെ SDPI ചാവക്കാട് മുനിസിപ്പൽ പ്രസിഡന്റായിരുന്നു. മഹാരാഷ്ട്രയിലെ ബാരാമതിയിൽ വിമാനം തകർന്നു വീണ് മഹാരാഷ്ട്ര ഉപമുഖ്യമന്ത്രിയും NCP നേതാവുമായ അജിത് പവാർ മരിച്ചു. 66 വയസ്സായിരുന്നു. തകരാർ ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്ന് ബാരാമതി വിമാനത്താവളത്തിൽ അടിയന്തര ലാൻഡിംഗിന് ശ്രമിക്കവേ വിമാനം തകർന്നു വീണ് കത്തിയമരുകയായിരുന്നു. മുംബൈയിൽ നിന്ന് പുറപ്പെട്ട വിമാനം രാവിലെ 8:49 അപകടത്തിൽപ്പെട്ടത്. ചൊവ്വാഴ്ച മുംബൈയിൽ ചേർന്ന മന്ത്രിസഭാ യോഗത്തിൽ പങ്കെടുത്ത ശേഷം പ്രാദേശിക തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി റാലികളിൽ സംസാരിക്കാനാണ് അദ്ദേഹം സ്വകാര്യ ചാർട്ടേഡ് വിമാനത്തിൽ ബാരാമതിയിലേക്ക് പുറപ്പെട്ടത്. അജിത് പവാറും 2 അംഗരക്ഷകരും 2 പൈലറ്റുമാരും ഉൾപ്പെടെ വിമാനത്തിലുണ്ടായിരുന്ന 5 പേരും മരിച്ചതായി ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് സിവിൽ ഏവിയേഷൻ സ്ഥിരീകരിച്ചു. അപകട സ്ഥലത്ത് നിന്ന് ചിന്നിച്ചിതറിയ നിലയിലാണ് മൃതദേഹങ്ങൾ കണ്ടെടുത്തത്. ഗുരുവായൂർ തിരുനാവായ റെയിൽവേ പദ്ധതി മരവിപ്പിച്ച നടപടി റദ്ദാക്കി. റെയിൽവേ ബോർഡിന്റേതാണ് തീരുമാനം. 2019 റെയിൽവേ പദ്ധതി മരവിപ്പിച്ചിരുന്നത്. നിർമ്മാണ ജോലികൾ പ്രതീക്ഷിച്ച വേഗത്തിൽ നടക്കാത്തതിനാലാണ് അന്ന് പദ്ധതി മരവിപ്പിച്ചത്. കഴിഞ്ഞ ബജറ്റിൽ ഗുരുവായൂർ തിരുനാവായ പാതയ്ക്ക് 45 കോടി രൂപ അനുവദിച്ചിരുന്നു. എന്നാൽ പദ്ധതി മരവിപ്പിച്ചതിനാൽ തുക വിനിയോഗിക്കാനായില്ല. കേന്ദ്ര ബജറ്റ് ഫെബ്രുവരി 1-ന് അവതരിപ്പിക്കാനിരിക്കെ റെയിൽവേയുടെ പുതിയ തീരുമാനം പ്രതീക്ഷയുണർത്തുന്നതാണ്. തറക്കല്ലിട്ട ഗുരുവായൂർ തിരുനാവായ റെയിൽ പദ്ധതിയുടെ പ്രതീക്ഷകൾക്ക് 3 പതിറ്റാണ്ടിന്റെ പഴക്കമുണ്ട്. 1995 തറക്കല്ലിട്ട പദ്ധതിക്ക് 96-ൽ 28 കോടി രൂപയും അനുവദിച്ചിരുന്നു. ദക്ഷിണ റെയിൽവേ പ്രധാന പദ്ധതിയായി ഉയർത്തിക്കാട്ടിയിരുന്ന പാത നിർമ്മാണം പക്ഷേ പിന്നീട് മുന്നോട്ടു പോയില്ല. പദ്ധതി യാഥാർത്ഥ്യമായാൽ മംഗളൂരു ഷൊർണൂർ പാതയിലെ പ്രധാന ജംഗ്ഷനായി തിരുനാവായ മാറും. 35 കിലോമീറ്ററാണ് നിർദ്ദിഷ്ട പാതയുടെ ദൂരം. TCV തൃശൂർ. ബലാത്സംഗ കേസിൽ ജയിലിൽ കഴിഞ്ഞ പാലക്കാട് MLA രാഹുൽ മാങ്കൂട്ടത്തിന് ജാമ്യം. പത്തനംതിട്ട സെഷൻസ് കോടതിയാണ് ജാമ്യം അനുവദിച്ചത്. 3-ാമത്തെ കേസിലാണ് ജാമ്യം. കാനഡയിൽ നിന്നുള്ള യുവതിയെ നാട്ടിൽ വെച്ച് ലൈംഗികമായി ചൂഷണം ചെയ്തുവെന്ന പരാതിയിലാണ് കേസ്. 18 ദിവസമാണ് രാഹുൽ ജയിലിൽ കഴിഞ്ഞത്. തിരുവല്ലയിലെ ക്ലബ് 7 ഹോട്ടലിൽ പെൺകുട്ടിയെ കൊണ്ട് മുറിയെടുപ്പിച്ച് അവിടെ വെച്ച് ബലാത്സംഗം ചെയ്തുവെന്നായിരുന്നു കേസ്. നേരത്തെ തിരുവല്ല ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി ജാമ്യം തള്ളിയിരുന്നു. ഉഭയസമ്മതത്തോടു കൂടിയ ബന്ധമായിരുന്നുവെന്നും ബന്ധത്തിൽ വന്ന ചില വിള്ളലുകളാണ് പരാതിക്ക് കാരണമെന്നായിരുന്നു പ്രതിഭാഗത്തിന്റെ വാദം. ബലാത്സംഗം നടന്നിട്ടില്ലെന്നും പ്രതിഭാഗം കോടതിയിൽ വാദിച്ചു. ഇത് സാധൂകരിക്കുന്നതിനായി ശബ്ദ സന്ദേശവും വാട്സാപ്പ് ചാറ്റുകളും ഹാജരാക്കി.
രണ്ടാം LDF സർക്കാരിന്റെ അവസാന ബജറ്റ് വ്യാഴാഴ്ച ധനമന്ത്രി KN ബാലഗോപാൽ നിയമസഭയിൽ അവതരിപ്പിക്കും. തെരഞ്ഞെടുപ്പ് പടിവാതിൽക്കൽ എത്തി നിൽക്കുന്ന സാഹചര്യത്തിൽ ഒട്ടേറെ ജനപ്രിയ പ്രഖ്യാപനങ്ങൾ പുതിയ ബജറ്റിൽ ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. ബജറ്റിന് മുന്നോടിയായി സംസ്ഥാനത്തിന്റെ ധനസ്ഥിതി വ്യക്തമാക്കുന്ന സാമ്പത്തിക അവലോകന റിപ്പോർട്ട് സഭയിൽ വെച്ചു. അതേസമയം ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ ദേവസ്വം മന്ത്രിമാരുടെ രാജി ആവശ്യപ്പെട്ട് പ്രതിപക്ഷം സമരത്തിലാണ്. അന്താരാഷ്ട്ര നാടകോത്സവമായ ഇറ്റ്ഫോക് തൃശൂരിൽ തുടരുന്നു. 4ാം ദിനമായ ബുധനാഴ്ച പുനരവതരണം ഉൾപ്പെടെ 4 നാടകങ്ങളുടെ 7 അവതരണങ്ങളുണ്ടായി. സ്പാനിഷ് നാടകമായ ലൂസിയ ജോയ്സ് സ്മോൾ ഡ്രാമ ഇൻ മോഷൻ, പലസ്തീൻ നാടകമായ ഓറഞ്ചസ് ആൻഡ് സ്റ്റോൺസ് എന്നിവ വിദേശ വിഭാഗങ്ങളിൽ അരങ്ങേറി. ഇന്ത്യൻ വിഭാഗത്തിൽ ചെന്നൈയിൽ നിന്നുള്ള നൂറമ്മ ബ്രിയാണി ദർബാറും മലയാളം നാടകമായ ആലപ്പുഴയിൽ നിന്നുള്ള മാടൻ മോക്ഷവും അരങ്ങിലെത്തി. നിറഞ്ഞ സദസ്സിന് മുന്നിലാണ് അവതരണങ്ങളെല്ലാം അരങ്ങേറുന്നത്. അണിയർ പ്രവർത്തകരുമായുള്ള സംവാദവും ഡോക്യുമെന്ററി പ്രദർശനവും പ്രത്യേക സംഗീത നിശയും 4ാം നാളിനെ സജീവമാക്കി. അന്താരാഷ്ട്ര നാടകോത്സവത്തിൽ അരങ്ങുണർത്തി രാമനിലയം അങ്കണത്തിലെ കൂത്തമ്പലവും. രാമനിലയ അങ്കണത്തിൽ മുൻപും ഒട്ടേറെ അവതരണങ്ങൾ അരങ്ങേറിയിട്ടുണ്ട്. എന്നാൽ ഇക്കുറി വർഷങ്ങൾക്ക് മുൻപ് കത്തിയമർന്ന കൂത്തമ്പലവും ഇറ്റ്ഫോക്കിൽ സജീവമാണ്. കേവലം പടിക്കെട്ടും തൂണുകളും മാത്രമായി നിലകൊള്ളുന്ന കൂത്തമ്പലത്തെ ചലച്ചിത്ര ഡോക്യുമെന്ററി പ്രദർശനങ്ങൾക്കുള്ള കൊട്ടകയായി മാറ്റിയിരിക്കുകയാണ്. അതും തനി നാടൻ രീതിയിൽ തന്നെ മരത്തൂണുകളും മെനഞ്ഞ ഓലകളും ചേർത്താണ് കൊട്ടക സജ്ജീകരിച്ചിരിക്കുന്നത്. ഒരിടവേള. Ceramic Center, tiles, bath fittings, sanitary ware, wallpaper, wooden and SPC flooring, variety range of kitchen sinks, all in one roof. Ceramic Center. ഏറ്റവും ട്രെൻഡിംഗ് ഡിസൈനായ മൊറോക്കൻ ആത്തുക്കുടി ടൈൽസിന്റെ വിപുലമായ ശേഖരം. ഇവയെല്ലാം വേൾഡിലെ ടോപ്പ് ബ്രാൻഡിനൊപ്പം ബ്യൂട്ടിഫുൾ ഡിസൈനോട് കൂടി 40 വർഷത്തെ എക്സ്പീരിയൻസും വെൽ ട്രെയിൻഡ് സ്റ്റാഫുമുള്ള മോസ്റ്റ് ട്രസ്റ്റഡ് ഷോറൂം സെറാമിക് സെന്റർ. വിസിറ്റ് അവർ ഷോറൂം, എക്സ്പീരിയൻസ് ദ ഡിഫറൻസ്. സെറാമിക് സെന്റർ, ശങ്കരായ റോഡ്, നിയർ വെസ്റ്റ് ഫോർട്ട്, തൃശൂർ. അഭിനയിക്കുമ്പോഴെങ്കിലും കുറച്ച് നാച്ചുറൽ ആയിട്ട് അഭിനയിക്കടാ. ഓ, ഈ സാറന്നെ ഫുള്ളി നാച്ചുറലാ? ആടാ, ഫുള്ളി നാച്ചുറൽ. ഹരിത പേസ്റ്റ് നാച്ചുറൽ, ഹരിത സോപ്പ് ഇതും നാച്ചുറൽ. ഇത് ലതിക പേസ്റ്റ്, ഹരിത നാച്ചുറൽ ഹെയർ ഓയിൽ. അപ്പക്കുട്ടനുണ്ട് ഹരിത നാച്ചുറൽ ഹെയർ ഡൈ. ഹരിതയുള്ള കേരളം, ഹരിത കേരളം. ശരിക്കും നാച്ചുറൽ. പണിക്കൂലിയുടെ പേരിൽ ഇനി ആരും കബളിപ്പിക്കപ്പെടരുത്. ഫാക്ടറി വിലയിൽ സ്വർണം വാങ്ങും SJ ഗോൾഡൻ ഡയമണ്ട്സിൽ നിന്നും. SJ ഗോൾഡൻ ഡയമണ്ട്സ്, SG ടവർ, പുത്തൻപള്ളിക്ക് പിൻവശം, തൃശൂർ. ചില യാത്രകൾ, ചില ഒത്തുചേരലുകൾ, ചില സമ്മാനങ്ങൾ, ഇതെല്ലാം നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ടവർക്ക് വേണ്ടിയാവുമ്പോഴാണ് അത് കൂടുതൽ മനോഹരമാകുന്നത്. ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ. പണിക്കൂലിയുടെ പേരിൽ ഇനി ആരും കബളിപ്പിക്കപ്പെടരുത്. ഫാക്ടറി വിലയിൽ സ്വർണം വാങ്ങും SJ ഗോൾഡൻ ഡയമണ്ട്സിൽ നിന്നും. SJ ഗോൾഡൻ ഡയമണ്ട്സ്, SG ടവർ, പുത്തൻപള്ളിക്ക് പിൻവശം, തൃശൂർ. ചാവക്കാട് മണത്തല ബോൾഗയിൽ ബൈക്ക് ഇലക്ട്രിക് പോസ്റ്റിലിടിച്ച് യുവാവ് മരിച്ചു. ഒരുമനിയൂർ മുത്തമ്മാവ് സ്വദേശി വിനേഷാണ് മരിച്ചത്. പരിക്കേറ്റ യുവാവിനെ ചാവക്കാട് ബറ്റാലിയൻ ആംബുലൻസ് പ്രവർത്തകർ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും മരണം സംഭവിക്കുകയായിരുന്നു. എരുമപ്പെട്ടിയിൽ യുവാക്കൾ ഓടിച്ചിരുന്ന കാർ നിയന്ത്രണം വിട്ട് റോഡരികിൽ നിർത്തിയിട്ടിരുന്ന മറ്റൊരു കാറും വൈദ്യുതി തൂണും ഇടിച്ചു തകർത്തു. വെള്ളറക്കാട് ഭാഗത്തു നിന്നും വന്നിരുന്ന യുവാക്കൾ സഞ്ചരിച്ചിരുന്ന കാർ എരുമപ്പെട്ടി ആശുപത്രിക്ക് സമീപമുള്ള പെട്രോൾ പമ്പിന് മുന്നിൽ വെച്ച് നിയന്ത്രണം വിട്ട് ഇലക്ട്രിക് പോസ്റ്റിലും നിർത്തിയിട്ടിരുന്ന മറ്റൊരു കാറിലും ഇടിക്കുകയായിരുന്നു. ഇടിയിൽ 2 കാറുകളുടെയും മുൻവശം തകരുകയും ഇലക്ട്രിക് പോസ്റ്റിന്റെ കടഭാഗം മുറിഞ്ഞു വീഴുകയും ചെയ്തു. അപകടത്തിന് ശേഷം മറ്റു വഴികളിലൂടെ യുവാക്കൾ സഞ്ചരിച്ച കാറിനെ പിന്തുടർന്ന് എരുമപ്പെട്ടി പോലീസ് മങ്ങാട് കോട്ടപ്പുറം റോഡിൽ വെച്ച് കാർ തടഞ്ഞു. പോലീസ് വാഹനത്തിലും ഇടിച്ച കാർ നിർത്തി യുവാക്കൾ ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ചുവെങ്കിലും പോലീസ് ഇവരെ പിന്തുടർന്ന് ഓടിച്ചിട്ട് പിടികൂടുകയായിരുന്നു.
നെയ്തലക്കാവ് പൂരദിനത്തിൽ യുവാവിനെ കൊലപ്പെടുത്തിയ കേസിൽ പ്രതികൾ കുറ്റക്കാരാണെന്ന് കണ്ടെത്തി. കുറ്റൂർ സ്വദേശി രഞ്ജിത്ത് എന്ന അരുണിനെ കൊലപ്പെടുത്തിയ കേസിലാണ് പ്രതികൾ കുറ്റക്കാരാണെന്ന് തൃശൂർ 1-ാം അഡീഷണൽ ജില്ലാ കോടതി കണ്ടെത്തിയത്. 2010 ഡിസംബർ 26-നായിരുന്നു സംഭവം. കാവുങ്കൽ വീട്ടിൽ അക്രു എന്ന വിപിൻ, പെരിങ്ങാട് വീട്ടിൽ മുജു എന്ന സുമേഷ് എന്നിവരാണ് കേസിലെ പ്രതികൾ. ശിക്ഷ ഈ മാസം 30-ന് വിധിക്കും. പ്രോസിക്യൂഷനു വേണ്ടി ജില്ലാ പബ്ലിക് പ്രോസിക്യൂട്ടർ KB സുനിൽകുമാർ, അഡ്വക്കേറ്റ് ലിജി മധു എന്നിവർ ഹാജരായി. ഗുരുവായൂർ തെക്കേനടയിൽ കാറുകൾ കൂട്ടിയിടിച്ച് 4 പേർക്ക് പരിക്കേറ്റു. കാണിപ്പയ്യൂർ ചൊവ്വന്നൂർ സ്വദേശി പുരുഷോത്തമൻ, ഭാര്യ സരോജം, സഹോദരി രമണി, അടൂർ സ്വദേശി ചെരുവിൽ വീട്ടിൽ അനന്തു എന്നിവർക്കാണ് പരിക്കേറ്റത്. തെക്കേനടയിൽ ബ്രാഹ്മണ സമൂഹ മഠത്തിന് സമീപം രാവിലെ 8 മണിയോടെയായിരുന്നു അപകടം. പുരുഷോത്തമനും കുടുംബവും ക്ഷേത്ര ദർശനം കഴിഞ്ഞ് പടിഞ്ഞാറേ നടയിൽ നിന്ന് തെക്കേ നടയിലേക്ക് പോകവെ എതിരെ വന്ന അനന്തുവിന്റെ കാർ ഇടിക്കുകയായിരുന്നു. ഇടിയുടെ ആഘാതത്തിൽ 2 കാറുകളുടെയും മുൻവശം തകർന്നു. നടുറോഡിൽ കാറുകൾ കൂട്ടിയിടിച്ചതുമൂലം ഏറെ നേരം ഗതാഗതം തടസ്സപ്പെട്ടു. പരിക്കേറ്റവരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. തൃശൂർ ഗവൺമെന്റ് ലോ കോളേജിൽ KSU പ്രവർത്തകർ പ്രിൻസിപ്പാളിനെ ഉപരോധിച്ചു. KSU യൂണിറ്റ് പ്രസിഡന്റിനെ PTA പ്രസിഡന്റിന്റെ മകന്റെ നേതൃത്വത്തിൽ മർദ്ദിച്ച SFI പ്രവർത്തകരെ സസ്പെൻഡ് ചെയ്യുക, PTA പ്രസിഡന്റ് രാജിവെക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു KSU പ്രവർത്തകർ പഠിപ്പ് മുടക്കി പ്രിൻസിപ്പാളിനെ ഉപരോധിച്ചത്. കഴിഞ്ഞ ദിവസമാണ് ലോ കോളേജിൽ KSU SFI പ്രവർത്തകർ തമ്മിൽ സംഘർഷമുണ്ടായത്. പെരിഞ്ഞനത്ത് CPM ബ്രാഞ്ച് കമ്മിറ്റി ഓഫീസിന് നേരെ ആക്രമണം. കൊറ്റംകുളം വാട്ടർ ടാങ്കിന് സമീപം VKG ബ്രാഞ്ച് ഓഫീസിന് നേരെയാണ് ആക്രമണം ഉണ്ടായത്. ഓഫീസിൽ അതിക്രമിച്ചു കയറി ഓഫീസിനുള്ളിലെ ഫർണിച്ചറുകളും മറ്റും നശിപ്പിച്ച നിലയിലാണ്. കസേരകൾ തൊട്ടടുത്ത പറമ്പിലേക്ക് വലിച്ചെറിഞ്ഞിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം രാത്രിയിലാണ് ആക്രമണമുണ്ടായത്. കയ്പമംഗലം പോലീസ് സ്ഥലത്തെത്തി അന്വേഷണം ആരംഭിച്ചു. വിരലടയാള വിദഗ്ധരും ഫോറൻസിക് വിഭാഗവും സ്ഥലത്തെത്തി തെളിവുകൾ ശേഖരിച്ചു. പ്രസിദ്ധമായ മണത്തല ചന്ദനക്കുടം നേർച്ചയ്ക്ക് തുടക്കമായി. നേർച്ചയുടെ പ്രധാന ദിവസമായ വ്യാഴാഴ്ച രാവിലെ താബൂത്ത് കാഴ്ച പള്ളി അങ്കണത്തിലെത്തി. തുടർന്ന് പുത്തൻകടപ്പുറം, ചാവക്കാട്, ബ്ലാങ്ങാട് ബീച്ച് എന്നിവിടങ്ങളിൽ നിന്ന് കൊടിക്കയറ്റ കാഴ്ച പള്ളി അങ്കണത്തിലെത്തി കൊടി ഉയർത്തും. വൈകുന്നേരം നാട്ടുകാഴ്ചയും ഉണ്ടാകും. നേർച്ചയുടെ ഭാഗമായി പ്രദേശത്ത് ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. സുരക്ഷയ്ക്കായി കൂടുതൽ പോലീസിനെ വിന്യസിച്ചു. ഗുരുവായൂർ ഇരിങ്ങപ്പുറത്ത് പേ വിഷബാധ ലക്ഷണങ്ങളോടെ തെരുവുനായയുടെ പരാക്രമം. 4 നായ്ക്കുട്ടികളെ കടിച്ചതോടെ തെരുവുനായയെ പിടികൂടി നിരീക്ഷണത്തിലാക്കി. വാർഡ് കൗൺസിലർ V. അനൂപ് വിവരമറിയിച്ചതിനെ തുടർന്ന് സിവിൽ ഡിഫൻസ് വളണ്ടിയർ പ്രബീഷ് ഗുരുവായൂർ സ്ഥലത്തെത്തിയാണ് നായയെ പിടികൂടിയത്. കടിയേറ്റ 4 നായ്ക്കുട്ടികളെയും സുരക്ഷിത കേന്ദ്രത്തിൽ നിരീക്ഷണത്തിലാക്കിയിട്ടുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിലായി മേഖലയിലെ 5 തെരുവുനായ്ക്കൾക്ക് പേ വിഷബാധ സ്ഥിരീകരിച്ചിരുന്നു. തുടർന്ന് നഗരസഭാ പരിധിയിലെ തെരുവുനായ്ക്കളെ കുത്തിവയ്പ്പിന് വിധേയമാക്കിയിരുന്നു. ചിമ്മിനി ഡാം കാണാനെത്തുന്ന സന്ദർശകർ നിൽക്കുന്ന ഭാഗത്തെ കൈവരി തകർന്നത് അപകട ഭീഷണിയാകുന്നു. കോൺക്രീറ്റ് കാലിൽ ഘടിപ്പിച്ച ഇരുമ്പ് പൈപ്പുകളാണ് നശിച്ചത്. ഡാം തുറക്കുന്നത് കാണാൻ പുഴയുടെ ഇരുവശത്തുമായി വർഷങ്ങൾക്ക് മുൻപാണ് കൈവരി സ്ഥാപിച്ചത്. ഇതിൽ പുഴയുടെ വലതുവശത്തെ കൈവരികളാണ് തകർന്നത്. അപകടാവസ്ഥയിലായ കൈവരികൾ മാറ്റി സംരക്ഷണ ഭിത്തി നിർമ്മിക്കണമെന്നാവശ്യപ്പെട്ട് പൊതുപ്രവർത്തകൻ സുരേഷ് ചെമ്മനാടൻ ജില്ലാ കളക്ടർക്ക് പരാതി നൽകി. ദേശീയപാത നിർമ്മാണത്തിന്റെ പേരിൽ വേലൂർ പഞ്ചായത്തിലെ മണിമലർക്കാവ് പ്രദേശത്ത് രാത്രിയിൽ നടത്തുന്ന മണ്ണെടുപ്പിനെതിരെ പ്രതിഷേധവുമായി നാട്ടുകാർ. രാത്രി 9 മണി മുതൽ പുലർച്ചെ വരെയാണ് മണ്ണെടുക്കുന്നത്. 100-നടുത്ത് ടിപ്പർ ലോറികളാണ് മണ്ണ് നിറച്ച് ചെറിയ വഴികളിലൂടെ സഞ്ചരിക്കുന്നത്. വാഹനങ്ങൾ ഇടതടവില്ലാതെ സഞ്ചരിക്കുന്ന ശബ്ദം കൊണ്ട് ഉറങ്ങാൻ കഴിയുന്നില്ലെന്നും കുട്ടികൾക്കും പ്രായമായവർക്കും പൊടി ശ്വസിച്ച് ശ്വാസതടസ്സം അനുഭവപ്പെടുന്നുണ്ടെന്നും പ്രദേശവാസികൾ പറയുന്നു. നാട്ടുകാരുടെ പരാതിയെ തുടർന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് സ്വപ്ന രാമചന്ദ്രൻ, വൈസ് പ്രസിഡന്റ് നിതീഷ് ചന്ദ്രൻ തുടങ്ങിയവർ സ്ഥലം സന്ദർശിച്ചു. ഇടവേള. കേരള വസ്ത്രാലയം, പട്ടാമ്പി റോഡ്, കുന്നംകുളം. ഗുരുവായൂർ റോഡ് നിയർ റോയൽ ഹോസ്പിറ്റൽ, കുന്നംകുളം. ഏവർക്കും കേരള വസ്ത്രാലയത്തിന്റെ ഹൃദയം നിറഞ്ഞ ക്രിസ്മസ് പുതുവത്സരാശംസകൾ. കേരള വസ്ത്രാലയം, പട്ടാമ്പി റോഡ്, കുന്നംകുളം. ഗുരുവായൂർ റോഡ് നിയർ റോയൽ ഹോസ്പിറ്റൽ, കുന്നംകുളം. പണിക്കൂലിയുടെ പേരിൽ ഇനി ആരും കബളിപ്പിക്കപ്പെടരുത്. ഫാക്ടറി വിലയിൽ സ്വർണം വാങ്ങും SJ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നും. SJ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, SG ടവർ, പുത്തൻപള്ളിക്ക് പിൻവശം, തൃശൂർ.
എപ്പോഴാ ഈ കറക്കം തുടങ്ങിയേ? അത് ഈ ലാപ്ടോപ്പും മൊബൈലും ഒക്കെ നോക്കുമ്പോഴേ ഡോക്ടറെ. ഇത് ബഫറോഫിയ. അയ്യോ, പരിഹാരം ഉണ്ട്. വട്ടം ചുറ്റിക്കുന്ന ബ്രോഡ്ബാൻഡിൽ നിന്നും സൂപ്പർ സ്പീഡുള്ള കേരള വിഷനിലേക്ക് മാറൂ. കേരള വിഷൻ, കേരളാസ് നമ്പർ 1 ബ്രോഡ്ബാൻഡ് സർവീസ്. തൃശൂർ കോർപ്പറേഷൻ വൈദ്യുതി വിഭാഗം ജീവനക്കാരുടെ ശമ്പള പരിഷ്കരണം നടപ്പാക്കണമെന്നാവശ്യം. KSEBക്ക് സമാനമായ പ്രവർത്തിക്കുന്ന കോർപ്പറേഷൻ വൈദ്യുതി വിഭാഗം ജീവനക്കാരുടെ ശമ്പള പരിഷ്കരണം എന്ന ആവശ്യത്തിന് വർഷങ്ങളുടെ പഴക്കമുണ്ട്. 2013 നടപ്പിലാക്കിയ ശമ്പളമാണ് ജീവനക്കാർക്ക് നിലവിൽ ലഭിക്കുന്നത്. കോർപ്പറേഷന് കീഴിൽ സ്വതന്ത്രമായി പ്രവർത്തിക്കുന്ന വൈദ്യുതി വിഭാഗം ജീവനക്കാരുടെ ശമ്പളം വകുപ്പ് തന്നെയാണ് നൽകുന്നത്. എന്നാൽ ശമ്പള പരിഷ്കരണത്തിന് സംസ്ഥാന സർക്കാരിന്റെ അനുമതി വേണം. ഇതിലെ കാലതാമസം ഒഴിവാക്കി തെരഞ്ഞെടുപ്പിന് മുൻപ് തന്നെ ഉത്തരവുണ്ടാകണമെന്നാണ് ജീവനക്കാരുടെ ആവശ്യം. 1936 മുതലാണ് ഈ സ്ഥാപനം പ്രവർത്തനം ആരംഭിക്കുന്നത്. അതിനുശേഷം 1968 സ്റ്റാൻഡിംഗ് ഓർഡർ പ്രകാരം KSEBയുടെ അതേ പാറ്റേണിലാണ് പോകുന്നത്. ഇപ്പം 2018 KSEB ശമ്പള പരിഷ്കരണം നടപ്പിലാക്കിയിട്ട് 8 വർഷം കഴിഞ്ഞിട്ടും ഞങ്ങൾക്കിത് അനുവദിച്ചിട്ടില്ല. 2019 ശേഷം ഒരു DA പോലും ഞങ്ങൾക്ക് ലഭിക്കുന്നില്ല. ശമ്പള പരിഷ്കരണത്തിന്റെ എല്ലാ ബാധ്യതയും എല്ലാം കോർപ്പറേഷൻ വൈദ്യുതി വിഭാഗത്തിന്റെ ഫണ്ടിൽ നിന്നാണ്. സർക്കാരിന് ഇതിൽ യാതൊരു ബാധ്യതയില്ല. സർക്കാർ ഒരു ഉത്തരവ് തരിക എന്നുള്ളതാണ്. പക്ഷെങ്കിൽ അത് ഇങ്ങനെ എന്താണ് പറയുക, ചുവപ്പ് നാടയിൽ കുരുങ്ങി ഇങ്ങനെ നീണ്ടുപോവാണ്. ഇലക്ഷൻ നോട്ടിഫിക്കേഷൻ വരുന്നതിന് മുമ്പെങ്കിലും ശമ്പള പരിഷ്കരണം ലഭിക്കുമെന്ന പ്രതീക്ഷയിൽ തന്നെയാണ് ഞങ്ങൾ ഇപ്പോഴും നിൽക്കുന്നത്. തൃശൂർ വൈദ്യുതി പ്രക്ഷോഭത്തിന് 9 പതിറ്റാണ്ടാകുമ്പോൾ രാജ്യത്തിന്റെ നെറുകയിലെത്തി നിൽക്കുകയാണ് സംസ്ഥാനത്ത് വൈദ്യുതി വിതരണം നടത്തുന്ന ഏക തദ്ദേശ സ്വയംഭരണ സ്ഥാപനമായ തൃശൂർ കോർപ്പറേഷൻ. വൈദ്യുതി വിതരണ രംഗത്ത് ദേശീയ തലത്തിൽ തുടർച്ചയായി 3ാം തവണയും 1ാം സ്ഥാനത്താണ് തൃശൂർ കോർപ്പറേഷൻ വൈദ്യുതി വിഭാഗം. പഴയ മുനിസിപ്പാലിറ്റി പ്രദേശത്തെ 45,000-ഓളം വരുന്ന ഉപഭോക്താക്കൾക്ക് മികച്ച സേവനം നൽകുന്നതിലൂടെ രാജ്യത്തെ തന്നെ നമ്പർ 1 വൈദ്യുതി വിതരണ കേന്ദ്രമായി മാറിയിരിക്കുകയാണ് തൃശൂർ കോർപ്പറേഷന്റെ വൈദ്യുതി വിഭാഗം. സംസ്ഥാനത്ത് വൈദ്യുതിയും കുടിവെള്ളവും വിതരണം ചെയ്യുന്ന ഏക തദ്ദേശ സ്വയംഭരണ സ്ഥാപനമാണ് തൃശൂർ കോർപ്പറേഷൻ. പഴയ മുനിസിപ്പൽ പ്രദേശത്തെ 12.65 ചതുരശ്ര കിലോമീറ്റർ ചുറ്റളവിലാണ് കോർപ്പറേഷൻ വൈദ്യുതി വിതരണം ചെയ്യുന്നത്. സെൻട്രൽ ഗവൺമെന്റിന്റെ റാങ്കിംഗ് അനുസരിച്ച് പബ്ലിക് സെക്ടറിൽ 1ാം സ്ഥാനത്തുള്ള വൈദ്യുതി വിതരണം നടത്തുന്ന ഏക കോർപ്പറേഷനാണ് തൃശൂർ നഗരസഭ വൈദ്യുതി വിഭാഗം. തസ്തികകൾ ഏറെയുണ്ടെങ്കിലും ബഹുഭൂരിപക്ഷം വരുന്ന താൽക്കാലിക ജീവനക്കാരുടെ ഊർജ്ജമാണ് ഈ അഭിമാനകരമായ നേട്ടത്തിലേക്ക് വകുപ്പിനെ എത്തിച്ചത്. ശരിക്കും 229 തസ്തികകൾ ഉണ്ടെങ്കിലും പെർമനന്റ് സ്റ്റാഫായിട്ട് 78 പേരേ ഉള്ളൂ. ബാക്കി താൽക്കാലികക്കാരൊക്കെയാണ് വെച്ചിട്ടാണ് മുന്നോട്ട് പോകുന്നത്. 90 വർഷത്തെ പാരമ്പര്യം പറയുമ്പോഴും ഈ നിലയിലേക്ക് തൃശൂർ കോർപ്പറേഷന്റെ വൈദ്യുതി വിഭാഗം എത്തുന്നത് വൈദ്യുത പ്രക്ഷോഭത്തിൽ കൂടിയാണ്. വൈദ്യുതി ഉൽപാദനത്തിനും വിതരണത്തിനുമായാണ് ലൈസൻസ് ലഭിച്ചതെങ്കിലും ഉൽപാദനത്തിൽ നിന്നും പിന്മാറിക്കൊണ്ട് വൈദ്യുതി വിതരണം കൊച്ചി രാജ്യത്തിന് പുറത്തുള്ള സ്വകാര്യ കമ്പനിക്ക് നൽകാൻ ദിവാൻ തീരുമാനിച്ചു. ഇതിനെതിരെയാണ് 1936 ജനുവരി ഫെബ്രുവരി മാസങ്ങളിലായി ജനകീയ പ്രക്ഷോഭം രൂപപ്പെട്ടത്. ഇക്കണ്ട വാര്യർ, ഡോക്ടർ AR മേനോൻ, C അച്യുതമേനോൻ തുടങ്ങിയവരുടെ നേതൃത്വത്തിലായിരുന്നു പ്രക്ഷോഭം. ഇതിനെ തുടർന്നാണ് തൃശൂർ പട്ടണത്തിലെ വൈദ്യുതി വിതരണാവകാശം മുനിസിപ്പാലിറ്റിക്കും പിന്നീട് കോർപ്പറേഷനും കൈവന്നത്. സമീപകാലത്ത് KSEB വിതരണാവകാശം ഏറ്റെടുക്കാൻ ശ്രമം നടത്തിയെങ്കിലും എതിർപ്പുകളെ തുടർന്ന് മരവിപ്പിച്ചു. പരമ്പരാഗത വൈദ്യുത വിതരണ മേഖലയെ അപ്പാടെ മാറ്റി അത്യാധുനികവൽക്കരിക്കുന്ന 135 കോടി രൂപയോളം വരുന്ന RDSS പദ്ധതിക്കടക്കം തൃശൂർ കോർപ്പറേഷൻ വൈദ്യുതി വിഭാഗം തുടക്കം കുറിച്ചിരിക്കുകയാണ്. ജീവനക്കാരുടെ അർഹമായ ആവശ്യങ്ങൾ പരിഗണിച്ചും പുതിയ പദ്ധതികളിലൂടെയും ഇനിയും നാടിന് വെളിച്ചവും ഊർജവുമേകാൻ വകുപ്പിന് കഴിയുമെന്ന പ്രതീക്ഷയാണുള്ളത്. 90 ദശകങ്ങൾ നീണ്ട പാരമ്പര്യ പ്രൗഢിയിൽ രാജ്യത്തെ പല കോർപ്പറേറ്റ് സ്ഥാപനങ്ങളെയും പിന്നിലാക്കിയാണ് തൃശൂർ കോർപ്പറേഷന്റെ വൈദ്യുതി വിഭാഗം സാംസ്കാരിക നഗരിയിൽ തലയെടുപ്പ് കാട്ടി നിലകൊള്ളുന്നത്. കോർപ്പറേഷൻ അംഗത്തിൽ നിന്നും ക്യാമറമാൻ പ്രവീൺ പ്രകാശിനൊപ്പം അബ്ജിത് തലച്ചറ, TCV. കൊഴുക്കുള്ളി ക്ഷേത്രോത്സവത്തിനിടെ കുഴഞ്ഞു വീണ വയോധികന് ജീവൻ രക്ഷാ സഹായവുമായി പോലീസും നഴ്സും. തിങ്കളാഴ്ച രാത്രിയാണ് മുളയം സ്വദേശി ഭഗീരഥൻ ഉത്സവത്തിനിടെ കുഴഞ്ഞു വീണത്. മേഖലയിൽ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന ASI സന്തോഷ് ജോർജ്, സീനിയർ CPO ജോജു, സമീപത്തെ വീട്ടിൽ ഉത്സവത്തിനായി എത്തിയ രജനി എന്ന നഴ്സ് എന്നിവർ ചേർന്ന് CPR നൽകുകയും യഥാസമയം ഭഗീരഥനെ ആശുപത്രിയിൽ എത്തിക്കുകയുമായിരുന്നു.
സർക്കാർ ജീവനക്കാരോടുള്ള വഞ്ചന അവസാനിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് കേരള NGO അസോസിയേഷൻ തൃശൂർ ടൗൺ ബ്രാഞ്ച് കമ്മിറ്റി താലൂക്ക് ഓഫീസിന് മുൻപിൽ പ്രതിഷേധ സംഗമം സംഘടിപ്പിച്ചു. NGO അസോസിയേഷൻ സംസ്ഥാന സെക്രട്ടറി MO ഡെയ്സൺ ഉദ്ഘാടനം ചെയ്തു. ടൗൺ ബ്രാഞ്ച് പ്രസിഡന്റ് മൃദുൽ ചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. ഭാരവാഹികളായ TG രഞ്ജിത്ത്, IB മനോജ്, IV സെബാസ്റ്റ്യൻ, അരുൺ C ജെയിംസ് തുടങ്ങിയവർ സംസാരിച്ചു. പാവപ്പെട്ട IPSകാർക്കും പാവപ്പെട്ട ജുഡീഷ്യൽ ഉദ്യോഗസ്ഥർക്കും ഉൾപ്പെടെ കൃത്യമായ റൊക്കം നമുക്ക് നഷ്ടപ്പെട്ടത്. അത് തന്നെ കണക്ക് കൂട്ടി കഴിഞ്ഞാൽ നമുക്ക് ലഭിക്കാനുള്ള DAയുടെ ഇനത്തിൽ മാത്രം. CPMന്റെ നേതൃത്വത്തിൽ നടത്തുന്ന സംയോജിത കൃഷിയുടെ ജില്ലാതല ഉദ്ഘാടനം കടങ്ങോട് പത്മനാഭന്റെ കൃഷിയിടത്തിൽ നടന്നു. CPM ജില്ലാ സെക്രട്ടറി KV അബ്ദുൽ ഖാദർ ഉദ്ഘാടനം ചെയ്തു. സംയോജിത കൃഷി തൃശൂർ ജില്ലാ കമ്മിറ്റി ചെയർമാൻ M ബാലാജി അധ്യക്ഷനായി. CPM വടക്കാഞ്ചേരി ഏരിയ കമ്മിറ്റി സെക്രട്ടറി KD ബാഹുലയൻ, സംയോജിത കൃഷി ജില്ലാ കൺവീനർ CR രാഗേഷ്, കർഷക സംഘം വടക്കാഞ്ചേരി ഏരിയ സെക്രട്ടറി TV സുനിൽകുമാർ, കടങ്ങോട് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് KM നൌഷാദ്, ജില്ലാ പഞ്ചായത്ത് അംഗം മീന സാജൻ തുടങ്ങിയവർ സംസാരിച്ചു. ചികിത്സിക്കാൻ പണമില്ലാതെ കാലിലെ പഴുപ്പ് സ്വയം തുണി വെച്ച് കെട്ടി കഴിയുകയാണ് വീട്ടമ്മയായ ജയ. വിധവയായ അരിമ്പൂർ നാലാംകല്ല് സ്വദേശി ജയയുടെ ജീവിതമറിയുമ്പോൾ നോവാത്ത മനസ്സുകളുണ്ടാവില്ല. ഗൾഫിലുള്ള മകനെക്കുറിച്ച് 3 വർഷമായി യാതൊരു അറിവുമില്ല. ഭർത്താവിനെ പിരിഞ്ഞ് 3 കുട്ടികളുമായി വീട്ടിൽ വന്ന് നിൽക്കുകയാണ് മകൾ. മകൾക്കും 3 കുഞ്ഞുമക്കൾക്കും വേണ്ട ആഹാരത്തിന് പോലും ബുദ്ധിമുട്ടിയ ദിനങ്ങൾ 56-കാരിയായ ഈ വീട്ടമ്മയ്ക്കുണ്ട്. അരിമ്പൂർ നാലാങ്കല്ലിൽ സഹോദരൻ എടുത്തുകൊടുത്ത വാടക വീട്ടിലാണ് ജയയും മകളും പേരക്കുട്ടികളും കഴിയുന്നത്. കൂലിപ്പണിക്കാരനായിരുന്ന ഭർത്താവ് ഉണ്ണിമോൻ മരിച്ചിട്ട് 9 വർഷം കഴിഞ്ഞു. 3 പെൺമക്കളെ കല്യാണം കഴിച്ചയച്ചു. ഒരാളുടെ ഭർത്താവിന് ക്യാൻസർ. വീട്ടിൽ അംഗസംഖ്യ 5 ആയപ്പോൾ ദാരിദ്ര്യവും പതിവായി. ജയയുടെ സഹോദരൻ ഇടയ്ക്ക് എത്തിച്ചു കൊടുക്കുന്ന സാധനങ്ങളും വിധവാ പെൻഷനുമാണ് ഏക ആശ്വാസം. സമീപ വീടുകളിലെ കുട്ടികൾ സ്കൂളിലേക്ക് വാഹനത്തിൽ പോകുമ്പോൾ ഒരാൾക്ക് 450 രൂപ വീതം കൊടുക്കാനില്ലാത്തതിനാൽ ഒപ്പമുള്ള പേരക്കുട്ടികളിൽ 2 പേർ 1 കിലോമീറ്ററിലേറെ ദൂരം നടന്നാണ് സ്കൂളിലേക്ക് പോകുന്നത്. ജയയുടെ കാലിൽ രക്തചംക്രമണം കുറഞ്ഞതുമൂലമുണ്ടായ ബുദ്ധിമുട്ടുകൾ മൂലം മുറിവ് വന്ന് വ്രണമായി ഇരിക്കുകയാണ്. തൃശൂരിലാണ് ആദ്യം ചികിത്സിച്ചിരുന്നതെങ്കിലും പോയി വരാനുള്ള പണമില്ലാത്തതിനാൽ അരിമ്പൂർ പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിലായി പിന്നീട് ചികിത്സ. എന്നാൽ അവിടേക്ക് ഓട്ടോയിൽ പോകാനുള്ള പണവും പുറമെ നിന്ന് മരുന്നുകൾ വാങ്ങാനുള്ള പണവുമില്ലാത്തതിനാൽ പലപ്പോഴും മുറിവിൽ സ്വയം തുണി കെട്ടി ആരോടും സങ്കടം പറയാതെ ജീവിതം തള്ളി നിൽക്കുകയാണ് ഇവർ. എനിക്ക് ഇന്നത്തെ ജോലിക്ക് പോകാനൊന്നും പറ്റില്ല. 10 വർഷമായി കാലുകൊണ്ട് ഇങ്ങനെ ഒടിഞ്ഞു നീര് വന്ന് പൊട്ടിപ്പഴുത്ത് ഒന്നും പറ്റാണ്ട് ജോലിക്കൊന്നും പോകാൻ പറ്റാണ്ട് ഇരിപ്പായിട്ട്. അതുകൊണ്ടാണ് വളരെ ബുദ്ധിമുട്ടിലാണ്. ഗൾഫിൽ ജോലി തേടിപ്പോയ 29-കാരനായ മകനെക്കുറിച്ച് 3 വർഷമായി യാതൊരു അറിവുമില്ലെന്നത് ഈ അമ്മയെ കുറച്ചൊന്നുമല്ല വേദനിപ്പിക്കുന്നത്. മകന്റെ ഫോൺ നമ്പറിൽ വിളിച്ചു നോക്കിയെങ്കിലും മറുപടി ലഭിച്ചില്ല. പരിചയക്കാരുടെ നമ്പറിൽ വിളിച്ചെങ്കിലും അവരും നിസ്സഹായരാണ്. എന്റെ മകനെ കാണാനായിട്ട് ഇപ്പൊ 3 വർഷത്തോളമായി ദുബായിക്ക് പോയതെന്ന് അവനെ പറ്റിയൊരു വിവരമൊന്നുമില്ല. അതിനെപ്പറ്റി അന്വേഷിക്കാനും എടുക്കാനും പറയാനായിട്ട് എനിക്ക് വലിയ അറിവുള്ള ആൾക്കാരൊന്നും പറയാൻ ആരുടെ അടുത്ത് പറയാനൊന്നുമില്ല. അറിവുള്ളവരോടൊക്കെ പറഞ്ഞ് അവരന്വേഷിച്ചു. പക്ഷെ അവരറിവും കിട്ടിയൊന്നുമില്ല. ഇവരുടെ ദുരവസ്ഥ കേട്ടറിഞ്ഞ അരിമ്പൂർ പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ രാധാകൃഷ്ണൻ, ജനപ്രതിനിധി CP പോൾ എന്നിവർ വീട്ടിലെത്തി മകനെ കണ്ടെത്തുന്നതിനുള്ള ശ്രമങ്ങൾ നടത്താമെന്ന് അറിയിച്ചിട്ടുണ്ട്. ഭക്ഷണത്തിനും ചികിത്സയ്ക്കും മരുന്നിനുമുള്ള പണം കണ്ടെത്താനുള്ള കഷ്ടപ്പാടിലും മകന്റെ മടങ്ങിവരവിനായുള്ള മനം നൊന്തുള്ള കാത്തിരിപ്പിലാണ് ഈ അമ്മ. TCV തൃശൂർ. AITUC തൃശൂർ ജില്ലാ പ്രവർത്തക തൃശൂരിൽ സംസ്ഥാന ജനറൽ സെക്രട്ടറി KP രാജേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. ജില്ലാ പ്രസിഡന്റ് VS പ്രിൻസ് അധ്യക്ഷത വഹിച്ചു. CPI ജില്ലാ സെക്രട്ടറി KG ശിവാനന്ദൻ ജനപ്രതിനിധികളെ ആദരിച്ചു. ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് TK സുധീഷ്, P ശ്രീകുമാർ തുടങ്ങിയവർ സംസാരിച്ചു. സമഗ്ര വോട്ടർ പട്ടിക പരിഷ്കരണം സംബന്ധിച്ച സംശയ നിവാരണത്തിനും മാർഗനിർദ്ദേശങ്ങൾക്കും വേണ്ടി കേരള NGO അസോസിയേഷനും ഗസറ്റഡ് ഓഫീസേഴ്സ് യൂണിയനും ചേർന്ന് തൃശൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ വേദിയൊരുക്കി. ഗസറ്റഡ് ഓഫീസേഴ്സ് യൂണിയൻ സംസ്ഥാന കമ്മിറ്റി അംഗം KP ഗിരീഷ് ഉദ്ഘാടനം ചെയ്തു. NGO അസോസിയേഷൻ ബ്രാഞ്ച് പ്രസിഡന്റ് PF രാജു അധ്യക്ഷത വഹിച്ചു. KV സുനിൽകുമാർ, KN നാരായണൻ തുടങ്ങിയവർ സംസാരിച്ചു. കുടുംബശ്രീ തെരഞ്ഞെടുപ്പ് തങ്ങൾക്ക് അനുകൂലമായി അട്ടിമറിക്കാൻ CPM ഇടതുപക്ഷ അനുകൂല ഉദ്യോഗസ്ഥരെ ചട്ടുകമാക്കി ഗൂഢതന്ത്രം മെനഞ്ഞു നടപ്പിലാക്കുകയാണെന്ന് KPCC സെക്രട്ടറിയും മുൻ കുടുംബശ്രീ ഗവേണിംഗ് അംഗവുമായ രാജേന്ദ്രൻ അരങ്ങത്ത് ആരോപിച്ചു. ജനുവരി 15-നാണ് തെരഞ്ഞെടുപ്പ് പ്രക്രിയകൾ ആരംഭിക്കുന്നത്.
തെരഞ്ഞെടുപ്പ് സുതാര്യമായി നടത്തണമെന്നും ഇത് സംബന്ധിച്ച് വ്യക്തത വരുത്തണമെന്നും ആവശ്യപ്പെട്ട് കുടുംബശ്രീ എക്സിക്യൂട്ടീവ് ഡയറക്ടർ, തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി എന്നിവർക്ക് പരാതി അയച്ചതായും രാജേന്ദ്രൻ അരങ്ങത്ത് അറിയിച്ചു. ബ്രേക്ക് ത്രൂ സയൻസ് സൊസൈറ്റി തൃശൂർ ചാപ്റ്ററിന്റെ നേതൃത്വത്തിൽ ഹാളിൽ ഡോക്ടർ മാധവ് ഗാഡ്ഗിൽ അനുസ്മരണം സംഘടിപ്പിച്ചു. ജനതയും ജനാധിപത്യവും പരിസ്ഥിതി ശാസ്ത്രത്തിൽ എന്ന വിഷയത്തിൽ ഗാഡ്ഗിൽ കമ്മിറ്റി അംഗമായിരുന്ന ഡോക്ടർ VS വിജയൻ മുഖ്യപ്രഭാഷണം നടത്തി. പീച്ചി വനഗവേഷണ കേന്ദ്രത്തിലെ സയന്റിസ്റ്റ് ഡോക്ടർ KV സജീവ്, കോയമ്പത്തൂർ സലീം അലി പ്രകൃതിശാസ്ത്ര കേന്ദ്രത്തിലെ റിട്ടയർഡ് സയന്റിസ്റ്റ് ഡോക്ടർ ലളിത, എഴുത്തുകാരനും ചലച്ചിത്ര നിരൂപകനുമായ I ഷൺമുഖദാസ്, KFRI മുൻ സയന്റിസ്റ്റ് ഡോക്ടർ P വിജയകുമാരൻ നായർ തുടങ്ങിയവർ സംസാരിച്ചു. മഹാത്മാഗാന്ധിയുടെ പേര് വെട്ടിമാറ്റി തൊഴിലുറപ്പ് പദ്ധതിയിൽ RSS അജണ്ട നടപ്പാക്കുകയാണ് കേന്ദ്ര സർക്കാർ ചെയ്തതെന്ന് DCC പ്രസിഡന്റ് ജോസഫ് ടാജറ്റ് പറഞ്ഞു. കർഷക കോൺഗ്രസ് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ AG's ഓഫീസിന് മുന്നിൽ നടത്തിയ പ്രതിഷേധ ധർണ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. കർഷക കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് രവി പോലുവളപ്പിൽ അധ്യക്ഷത വഹിച്ചു. UDF ജില്ലാ ചെയർമാൻ TV ചന്ദ്രമോഹൻ മുഖ്യാതിഥിയായിരുന്നു. സംസ്ഥാന നേതാക്കളായ സജീവൻ, ഗോവിന്ദൻ, ജില്ലാ സെക്രട്ടറി AL ജോസഫ് തുടങ്ങിയവർ സംസാരിച്ചു. മഹാത്മാഗാന്ധിയുടെ പേര് മാറ്റിയത് മാത്രമാണോ നമ്മളുടെ പ്രശ്നം? അത് മാത്രമല്ല, ഈ നിയമം എന്തിനു വേണ്ടി കൊണ്ടുവന്നു? ഈ നിയമം ഇനി ഇന്നത്തെ സ്വർണം നിരക്ക്. TJM ഗോൾഡൻ ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് എനിക്കൊരു ബജറ്റ് ഉണ്ട്, അതിനുള്ള കളിയൊക്കെ കളിച്ചാൽ മതി. TJM ഗോൾഡൻ ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ, സുൽത്താൻപേട്ട് റോഡ്, പാലക്കാട്. സ്വർണം ഗ്രാമിന് 15,140, പവന് 1,21,120. TJM ഗോൾഡൻ ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് എനിക്കൊരു ബജറ്റ് ഉണ്ട്, അതിനുള്ള കളിയൊക്കെ കളിച്ചാൽ മതി. TJM ഗോൾഡൻ ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ, സുൽത്താൻപേട്ട് റോഡ്, പാലക്കാട്. പ്രധാന വാർത്തകൾ വീണ്ടും. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് TPR ഗോൾഡൻ ഡയമണ്ട്സ്. ഹൃദയം തൊടുന്ന സുവർണ നിമിഷങ്ങൾ. MG റോഡ്, തൃശൂർ, നിയർ ബസ് സ്റ്റാൻഡ്, തൃപ്രയാർ. PFI കേന്ദ്രങ്ങളിൽ സംസ്ഥാന വ്യാപകമായി NIA റെയ്ഡ്. ചാവക്കാട് പാലയൂരിൽ SDPI നേതാവ് ഫാമിസ് അബൂബക്കറിന്റെ വീട്ടിലും റെയ്ഡ്. മഹാരാഷ്ട്രയിലെ ബാരാമതിയിൽ വിമാനം തകർന്നു വീണ മഹാരാഷ്ട്ര ഉപമുഖ്യമന്ത്രിയും NCP നേതാവുമായ അജിത് പവാർ മരിച്ചു. അടിയന്തര ലാൻഡിംഗിന് ശ്രമിക്കവേ വിമാനം തകർന്നു വീഴുകയായിരുന്നു. ഗുരുവായൂർ തിരുനാവായ റെയിൽപാത പദ്ധതി മരവിപ്പിച്ച നടപടി റദ്ദാക്കി. ഫെബ്രുവരി 1-ന് കേന്ദ്ര ബജറ്റ് അവതരിപ്പിക്കാനിരിക്കെ റെയിൽവേ ബോർഡിന്റേതാണ് തീരുമാനം. ബലാത്സംഗ കേസിൽ ജയിലിലായ പാലക്കാട് MLA രാഹുൽ മാങ്കൂട്ടത്തിന് ജാമ്യം. പത്തനംതിട്ട സെഷൻസ് കോടതിയാണ് ജാമ്യം അനുവദിച്ചത്. രണ്ടാം LDF സർക്കാരിന്റെ അവസാന ബജറ്റിന് മണിക്കൂറുകൾ മാത്രം. ബജറ്റിൽ നിരവധി ജനപ്രിയ പ്രഖ്യാപനങ്ങൾ ഉണ്ടാകുമെന്ന സൂചന. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം. ഈ വാർത്ത നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഡോക്ടർ റാണി മേനോൻ മാക്സിവിഷൻ ഐ ഹോസ്പിറ്റൽസ്. കാത്തുകൊള്ളാം കണ്ണിലെ കൃഷ്ണമണി പോലെ.